നമിത. ഞാൻ പേര് വിളിക്കുന്നതനുസരിച്ച് വേദിയിലേക്ക് വന്ന് അംഗത്വം സ്വീകരിക്കണം. സ്നേഹ ജി, കൊല്ലത്ത് നിന്നുള്ളയാളാണ് സ്നേഹ. ഉണ്ണിമായ, കൊല്ലം. ശ്രീദേവി, എറണാകുളം. മണിക്കുട്ടി, തിരുവനന്തപുരം. കല്ലു കല്യാണി, എറണാകുളം. ഋതു നന്ദ, കോട്ടയം. എലോഹിം അദ്രിക്, കേരള ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ്. രഞ്ജിനി പിള്ള, ലിബർട്ടി ഫൗണ്ടേഷൻ പ്രസിഡന്റാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. ഗൗരി എസ് പിള്ള, തിരുവനന്തപുരത്തു നിന്നുള്ള ആളാണ്. മീര മുരളി, എറണാകുളം. റീന, ദേവികുളം. ആദിലക്ഷ്മി മോഹൻ, വൈക്കം. അഖിൽ അച്യുത്, ആക്ടിവിസ്റ്റാണ്, സോഷ്യൽ വർക്കർ. ഈ ലിസ്റ്റിലുള്ളത് കഴിഞ്ഞു. ഉത്തംജി, ആരെങ്കിലും ഞാൻ പേര് വിളിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? കിരൺ. ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് നമ്മുടെ ഈ ഇന്നിപ്പം അംഗത്വം എടുത്തിരിക്കുന്നത്. മൊത്തം 15 പേര്. ഇത് കൂടാതെ 2 പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇന്ന് പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നു, നമ്മുടെ പാർട്ടിയോടൊപ്പം ചേരുന്നു. ബീന ആന്റണി, ടീച്ചറാണ്. ശ്രീമതി ബീന ആന്റണി സർവോദയ വിദ്യാലയത്തിലെ ഫോർമർ ഇംഗ്ലീഷ് വിഭാഗം ഫോർമർ HOD ആണ്. ശ്രീമതി ബീന ആന്റണി ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. TCS ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഫോർമർ സീനിയർ എക്സിക്യൂട്ടീവ് ശ്രീമതി ജയലക്ഷ്മി PT. TCS. ഇവർ 2 പേരും അംഗത്വം സ്വീകരിച്ച് നമ്മുടെ ഒപ്പം ചേർന്നിരിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഈ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കാനായി പാർട്ടി അധ്യക്ഷനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പാർട്ടിയിൽ ഇന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി. അതിൻ്റെ ഒപ്പം ഇന്ന് ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു 3-4 ദിവസം മുമ്പ് ഗൾഫിൽ നടന്ന ഒരു ആക്രമണം, US-ഉം ഇസ്രായേലും ഇറാൻ്റെ എതിരെ നടത്തിയ ഒരു അറ്റാക്ക്, അതിനെക്കുറിച്ച് എല്ലാവരും TV കാണുന്നുണ്ട്, വാർത്താ സമ്മേളനം വാർത്ത വായിക്കുന്നുണ്ട്. പക്ഷേ അത് നടന്നു കഴിഞ്ഞ് ഇവിടുത്തെ CPM-ഉം കോൺഗ്രസിൻ്റെ നിലപാടിനെ കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാടിന് എത്ര കൊല്ലമായി നമ്മുടെ കുട്ടികളും യുവാക്കളും ഇവിടുന്ന് പോകുന്നു. ഗൾഫ് രാജ്യത്തിൽ
തൊഴിൽ തേടാനും അവിടെ നേടാൻ അവിടെ പോകുന്നു. എത്രയോ വീട്ടിൽ ഇന്ന് കേരളത്തിൻ്റെ ഇക്കോണമി മാത്രമല്ല, ഓരോരോ വീട്ടിൽ അവരുടെ അധ്വാന ബലത്തിലാണ് കുടുംബങ്ങൾ ജീവിക്കുന്നത്. ഇവർ ലക്ഷക്കണക്കിലാണ് മലയാളികൾ ഗൾഫിൽ. ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ, UAE, ഖട്ടാർ, ലക്ഷക്കണക്കിൽ നമ്മൾ മലയാളി യൂത്തും യുവാക്കളും എല്ലാം അവിടെ അധ്വാനിക്കുന്നു. ഈ ഗൾഫിൻ്റെ അറ്റാക്ക് കഴിഞ്ഞ് നമ്മുടെ ഏറെ ബഹുമാനനായ മുഖ്യമന്ത്രിയും അതിൻ്റെ ഒപ്പം കോൺഗ്രസ്സുകാരും പെട്ടെന്ന് ഇറങ്ങിയിട്ട് കോൺഗ്രസിൻ്റെ US-ൻ്റെ എതിരെയും ഇസ്രായേലിൻ്റെ എതിരെ അവർ ഒരു അറ്റാക്ക് തുടങ്ങി. ഇതുവരെ ഇറാൻ നടത്തിയ ഈ GCC കൺട്രീസിൻ്റെ മുകളിൽ നടത്തിയ അറ്റാക്കിനെ കുറിച്ച് ഇതുവരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. നമ്മുടെ കുട്ടികൾ താമസിക്കുന്നതും മലയാളികൾ താമസിക്കുന്നു, അധ്വാനിക്കുന്നു, വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ് കുവൈറ്റ്, ഖട്ടാർ, ബഹ്റൈൻ, സൗദി അറേബ്യ, UAE എന്ന രാജ്യങ്ങൾ. അവിടെ ഇറാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് പറയാനൊന്നുമില്ല, കോൺഗ്രസ് പാർട്ടിക്ക് പറയാനൊന്നുമില്ല. ഈ ഒരു ഇരട്ടത്താപ്പ് പ്രീണരാഷ്ട്രത്തിൽ ഒബ്സസ് ചെയ്യുന്ന ഒരു CPM കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ടെററിസം എന്ന ഒരു കോസിൽ ആരാണെങ്കിലും, വിക്ടിംസ് എവിടെയാണെങ്കിലും അവരെതിരെ സംസാരിക്കാൻ ധൈര്യം ഉണ്ടാവണം. എല്ലാത്തിലും രാഷ്ട്രീയം കൊണ്ടുവന്ന്, ഒരു പ്രീണരാഷ്ട്രീയം കൊണ്ടുവന്ന് പകുതി കാര്യങ്ങളെക്കുറിച്ച് പറയുക, സംസാരിക്കുക, മറ്റേ കാര്യങ്ങളെക്കുറിച്ച് ഒരു മൗനം പാലിക്കുന്ന ഒരു രീതിയാണ് CPM-ഉം കോൺഗ്രസ് ഇന്ന് ചെയ്യുന്നത്. അത് തെറ്റാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും നമ്മുടെ നരേന്ദ്രമോദിജി പറഞ്ഞ കാര്യങ്ങൾ ഈ അറ്റാക്ക് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്? എവിടെയാണെങ്കിൽ നമ്മളെ ഇന്ത്യക്കാരെ സംരക്ഷിക്കണം, അതിനുവേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറാനോട് സംസാരിക്കുന്നു, സൗദി അറേബ്യ സർക്കാരോട് സംസാരിക്കുന്നു, ബഹ്റൈനോട് സംസാരിക്കുന്നു, UAE-യോട് സംസാരിക്കുന്നു. ഓരോരോ മലയാളി, ഓരോരോ ഇന്ത്യനെ സംരക്ഷിക്കാൻ രാഷ്ട്രമില്ലാണ്ട് എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെ ഒപ്പം ആണ് BJP NDA സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ ഒരു അന്ധന്മാർ പോലെ ഒരു വിഷന്, ഒരു ബ്ലൈൻഡായ ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസമിന്റെ ബ്ലൈൻഡായ പോലെ CPM-ഉം കോൺഗ്രസ് ഇന്ന് വരെ ഇറാനിനെ കണ്ടം ചെയ്യാൻ തയ്യാറല്ല. ഞാനിത് ഒരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഇതിനെ കുറിച്ച് നമ്മളെല്ലാവരും ചർച്ച ചെയ്യണം, ആലോചിക്കണം. ഈ നാടിന്റെ പ്രീണരാഷ്ട്രം ഈ ലെവൽ വരെ എത്തിയോ? ഒരു രാജ്യം ചെയ്യുമ്പോൾ അത് തെറ്റ്, ആ രാജ്യം ചെയ്യുന്ന ഇരയായ മറ്റൊരു രാജ്യത്തിനെ കുറിച്ച് പറയാൻ പേടി, ധൈര്യമില്ലായ്മ, ഇതാണ് നമ്മൾ ആവശ്യം. ഞാൻ കോഴിക്കോടിലൊരു പൊതുസമൂഹത്തിൽ പറഞ്ഞ കാര്യം, BJP NDA എല്ലാ മതവും എല്ലാ വിശ്വാസികളും ബഹുമാനിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ രാജ്യത്തിന്റെ എതിരെ പ്രവർത്തിച്ച ആരാണെങ്കിലും പേടിയില്ലാണ്ട് അവരെ എതിർക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ നൈജീരിയയിലെ ക്രിസ്ത്യൻസിനെ കൊല്ലുന്ന തീവ്രവാദിയാണെങ്കിൽ ഞങ്ങളത് പറയും. ഈ പിണറായി വിജയൻ പോലെയും പ്രിയങ്ക ഗാന്ധി വാഡ്ര പോലെ ഗാസ ഗാസ ഗാസ, ഇറാൻ 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 മാത്രം പറഞ്ഞു നടക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണോ ജനങ്ങളുടെ ആവശ്യമെന്ന്? BJP പോലെ ഒരു പാർട്ടിയാണോ ആവശ്യം? ഇത് ചിന്തിക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വാഡ്ര ഗാസ ഗാസ എന്ന് പറയുമ്പോൾ സിറിയയിൽ കൊല്ലപ്പെടുന്ന ക്രിസ്ത്യൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല?
നൈജീരിയയിൽ 100,000 പേര് ക്രിസ്ത്യൻസിനെ കൊന്നു, ഇസ്ലാമിക് ടെററിസ്റ്റ്. അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നില്ല. ബഹ്റൈനും കുവൈറ്റും സൗദി അറേബ്യയിലും ഖട്ടാറിലും ഈ കഴിഞ്ഞ 4-5 ദിവസം നടന്ന ആക്രമണം, അതിനെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല, സംസാരിക്കുന്നില്ല? അപ്പോൾ ഞാൻ ഒരു പൊളിറ്റിക്കൽ പോയിന്റ് അല്ല സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇതിനെക്കുറിച്ചൊന്ന് ചർച്ച ജനങ്ങൾ ചെയ്യണം എന്നാണ് ഞങ്ങളൊരു അഭ്യർത്ഥന. ഇങ്ങനത്തെ ഒരു പീഡന രാഷ്ട്രീയം അല്ല നമ്മുടെ ആവശ്യം. പ്രശ്നങ്ങളും കഷ്ടങ്ങളുള്ള ആരാണെങ്കിലും അവരെ സഹായിക്കാൻ ധൈര്യം ഉണ്ടാവണം, കാഴ്ചപ്പാടുണ്ടാവണം, ഒരു ആത്മാർത്ഥത ഉണ്ടാവണം. അതാണ് രാഷ്ട്രീയ പാർട്ടിന്റെ ഒരു ഉത്തരവാദിത്വം. വേറൊന്നും പറയുന്നില്ല. നമസ്കാരം. ഞാൻ പറഞ്ഞത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനിയിപ്പോ എന്നെ പാരഫ്രൈസ് ചെയ്യാനൊന്നും നിങ്ങൾ നോക്കരുത്. അത് ആ ട്രാപ്പിൽ ഞാൻ പെടാൻ പോകുന്ന ആളല്ല. ഞാൻ പറഞ്ഞത് ഫാക്ച്വലായിട്ട് ഞാൻ പറഞ്ഞു. ഇവിടെ ഒരു കൺട്രി മറ്റൊരു കൺട്രീനെ അറ്റാക്ക് ചെയ്യുമ്പോൾ, മറ്റൊരു കൺട്രീനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അറ്റാക്ക് ചെയ്യുന്ന കൺട്രീനെ കണ്ടം ചെയ്യണ്ടേ? ഇവിടെ ഇറാനും അറ്റാക്ക് ചെയ്തിട്ടില്ലേ? അത് കണ്ടം ചെയ്യണ്ടേ? ഇസ്രായേലിനെ കണ്ടം ചെയ്യുന്നു, അമേരിക്കനെ കണ്ടം ചെയ്യുന്നു. ഓക്കെ, അത് അവകാശമാണ്, അവർ ചെയ്യണം. പക്ഷെ എന്തുകൊണ്ട് ഇറാൻ നമ്മളെ ബഹ്റൈനിൽ നമ്മളെ ഇന്ത്യക്കാരെ ഒരു റിസ്ക് ഇടുമ്പോൾ നമ്മളൊന്നും പറയാത്തത്? നമ്മളല്ല, മുഖ്യമന്ത്രിയും കോൺഗ്രസ്. ആരെ പേടിച്ചിടണത്? ഏത് വോട്ട് ബാങ്ക് നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ടെററിസം, വയലൻസ്, ടോളറൻസ് ഇഷ്യൂ ആണ്. അതിലൊരു ബൈനറി ഒന്നുമല്ല. ഒരു നല്ല ആളോ എൻ്റെ ആളോ മറ്റൊരാളൊന്നുമല്ല. ഇസ്രായേൽ അവരെ അറ്റാക്ക് ചെയ്തു, നമ്മളെ ഗവൺമെന്റ് ഇന്ത്യ പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല, വയലൻസ് അല്ല ഇതിന്റെ ആൻസർ. അതുപോലെ തന്നെ പറയണ്ടേ ഇറാൻ അറ്റാക്ക് ചെയ്യാൻ പാടില്ല? ഇതില് അബുദാബിന്റെയും UAE എന്താണ് ഇതിന്റെ റോള്? ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇറാൻ ഖട്ടാറിനെ അറ്റാക്ക് ചെയ്യുന്നത്, UAE അറ്റാക്ക് ചെയ്യുന്നത്? ഇത് ചോദിക്കണ്ടേ? ഞാൻ മെറിറ്റോ ഡിമെറിറ്റോ അല്ല ഇവിടെ സെറ്റിൽ ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ CPM ആണ്, കോൺഗ്രസ് ഒരു നാഷണൽ പാർട്ടിയാണ്. അവരുടെ നിലപാട് ഇങ്ങനെ ആവണ്ടേ എന്നാണ് എൻ്റെ ഒരു തോട്ട്. അത് നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. എന്നോട് RSS അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്കാണ് വായിച്ചത്, എവിടെ വായിച്ചത്, നിങ്ങൾ അത് നോക്കണം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇത് BJP നിലപാടാണ്. RSSന്റെ നിലപാട് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. അതല്ല RSSന്റെ നിലപാട്. അല്ല, നോക്കൂ, ഇത് ബ്രിട്ടാസിന് മനസ്സിലാവുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കൈരളി TVക്കും ബ്രിട്ടാസിന് മനസ്സിലാവുന്നില്ലെങ്കിൽ എനിക്കൊന്നും ക്ലാരിഫൈ ചെയ്യാനില്ല. ഞാൻ പറഞ്ഞത് ഞാൻ പറയട്ടെ, ചോദിച്ചല്ലോ. ഞാൻ പറഞ്ഞു CPMന്റെ ഒരു പഴയ ഒരു രീതിയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക് എടുത്തിട്ട് ഒരു നറേറ്റീവ് ഉണ്ടാക്കുക. ഇത് ഒരു സാമാന്യ ബുദ്ധിന്റെ ഒരു വിഷയമാണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി കമ്മിയാവുന്നു, അത് നല്ല കാര്യമാണ്. ഏറ്റവും കമ്മിയാനുള്ള സ്റ്റേറ്റ് കേരളമാണ്, അതും നല്ല കാര്യമാണ്. പക്ഷേ അത് പറയുമ്പോൾ അത് എന്തുകൊണ്ട് CPM ഇത് പറയുന്നില്ല? ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ ഇവിടുന്നാണ്. ആവറേജ് ലൈഫ് സ്പാൻ, ഇവിടെ താമസിക്കുന്ന ആവറേജ് ലൈഫ് ഏജ് സ്പാൻ ഏറ്റവും കൂടുതൽ കേരളത്തിനാണ്. ആവറേജ് ഏജ് സിറ്റിസന്റെ. അതും മോർട്ടാലിറ്റി അല്ല, അതും ഇൻഫന്റ് ബർത്തിൽ കോറിലേഷൻ ഉണ്ട്. ഒരു ആവറേജ് ഏജ്, ഒരു സംസ്ഥാനത്തിന്റെ ആവറേജ് ഏജ് 60-50 എല്ലാം ആയാൽ അതിൽ ചൈൽഡ് ബർത്തിന്റെ ഡയറക്റ്റ് കോറിലേഷൻ ആണ്. ചൈൽഡ് ബർത്തും ഇൻഫന്റ് മോർട്ടാലിറ്റിയിൽ കോറിലേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്
ഇത് CPM-ൽ മാത്രം വിദ്വാന്മാരാണെന്ന് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അത് ബ്രിട്ടാസ് ഒരു വിദ്വാനാണെന്ന് ബ്രിട്ടാസ് അത് അങ്ങനെ ആലോചിക്കണ്ട. ഇതിൽ മൊത്തം സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് കേരളത്തിൻ്റെ സ്റ്റോറി മുമ്പോട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ മറുവശവും പറയാൻ ധൈര്യം ഉണ്ടാവണം, കോൺഫിഡൻസ് ഉണ്ടാവണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ധൈര്യം ഉണ്ടാവണം. ഒരു സ്റ്റാറ്റിസ്റ്റിക് എടുത്തിട്ട് ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുന്ന ആ CPM-ന്റെ രീതി ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഞങ്ങൾ പൊളിക്കും. അത് ഇന്നുമല്ല, ഇന്നലെയല്ല, നാളെയല്ല, മറ്റന്നാളുമല്ല, ഞങ്ങൾ അത് 100% പൊളിക്കും എന്ന് ഞാൻ കൃത്യമായി ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ്. നോക്കൂ, ഞങ്ങൾ ഈ ഇലക്ഷൻ കാണുന്നത് ഒരു കംപ്ലീറ്റ് ഇൻക്ലൂസീവ് ഇലക്ഷനാണ്. ഞങ്ങളുടെ മാനിഫെസ്റ്റോ മുതൽ കാൻഡിഡേറ്റ്സ് ഞങ്ങളുടെ കാഴ്ചപ്പാടിനെ റിഫ്ലക്റ്റ് ചെയ്യും. അതിൽ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്, മതം നോക്കി കാൻഡിഡേറ്റ്സ്, നിങ്ങൾ കൺവെൻഷനൽ, ഞങ്ങളൊരു എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ പോകുന്നു. അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ അത് 100% ഇൻക്ലൂസീവ് ആവും. അത് ഞാൻ സ്പെസിഫിക് ആയിട്ട് ആൻസർ തരുന്നില്ല, പക്ഷേ അതൊരു ഇൻക്ലൂസീവ് ആയിട്ടായിരുന്നു ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, ഇലക്ഷൻ സ്ട്രാറ്റജി.